ഒറ്റ പാർട്ടി മാത്രമേ തനിക്ക് ജീവിതത്തിലുള്ളൂ എന്നും അത് കോൺഗ്രസ് ആണെന്നും കോൺഗ്രസിന്റെ വിജയത്തിനായിട്ട് താൻ ഇറങ്ങുമെന്നും ഇപ്പോൾ ശശി തരൂര് വ്യക്തമാക്കിയിരിക്കുകയാണ്. വി ഡി സതീശനാണ് എല്ലാത്തിനുമുള്ള മുൻകൈ എടുത്തിരിക്കുന്നത്. കുറേ പേര് വെള്ളം കോരി വെച്ചിട്ടുണ്ടായിരുന്നു. ശശി തരൂർ ഇങ്ങോട്ടേക്ക് വരും, അദ്ദേഹത്തിന് ഭരണപരിഷ്കരണ കമ്മീഷന്റെ ചുമതല നൽകുന്നൊക്കെ, അത് CPM-ലേക്ക് പോകുമെന്നുള്ള ചില പ്രചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ നിഷ്പ്രഭമായിരിക്കുകയായി. അതായത് ശശി തരൂർ നേരത്തെ കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ മുഖ്യമന്ത്രി ആകണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് പ്രചരണം ആരംഭിക്കണം എന്ന് പറഞ്ഞിട്ട് നേരത്തെ AICCക്ക് കത്ത് കൊടുത്ത ഒരാളാണ് ആര്, നമ്മുടെ ശശി തരൂർ. അദ്ദേഹം ഓരോ കാലഘട്ടത്തിലും ഇതുപോലുള്ള ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. എൻ്റെ ഏറ്റവും അവസാനത്തെ പ്രശ്നമായിരുന്നു എറണാകുളത്ത് നടന്ന ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജയിച്ചവരും തോറ്റവരെയും ചേർത്തുകൊണ്ടുള്ള മഹാസമ്മേളനത്തിൽ അദ്ദേഹം രാഹുൽ ഗാന്ധി വരുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയത്. അതിന് അദ്ദേഹം പറഞ്ഞത്, പത്രക്കാരോട് പറഞ്ഞു, രാഹുൽ ഗാന്ധി വരുന്നതും ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് വലിയ കോലാഹലത്തിലേക്ക് പോവുകയും അദ്ദേഹം പാർട്ടി വിട്ട് പുതിയ പാർട്ടി രൂപീകരിക്കുന്നു. അദ്ദേഹം MK രാഘവൻ, അതേപോലെ പാലക്കാട് MP ശ്രീകണ്ഠൻ തുടങ്ങിയവരെല്ലാവരും കൂടി ചേർന്നിട്ട് ദുബായിൽ വെച്ചിട്ട് അതിനുള്ള പ്ലാൻ ചെയ്തു. അതിനൊരു വലിയ ബിസിനസ്സുകാരനെ കണ്ടു. ബിസിനസ്സുകാരന് എത്ര കോടികൾ വേണമെങ്കിലും ഇറക്കാൻ തയ്യാറായി. അങ്ങനെയുള്ള ആ പാർട്ടി CPM-വുമായി അലയൻസിൽ വരുന്നു. അങ്ങനെ അദ്ദേഹം ഈ കോൺഗ്രസിനെ വിട്ടിട്ട് അങ്ങോട്ട് പോവുകയാണ് എന്നുള്ളതായിരുന്നു ഈ അടുത്ത കാലത്ത് വന്ന ഏറ്റവും വലിയ പ്രചരണം. അതിനുശേഷമാണ് അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ വെച്ച് കാണുകയും ഖാർഗെയും അദ്ദേഹത്തെ കാണുകയും വളരെ വിശദമായി സംസാരിക്കുകയും അദ്ദേഹത്തിനുള്ള പ്രശ്നങ്ങൾ തുറന്നു പറയാനുള്ള അവസരം കൊടുക്കുകയും ചെയ്തത്. അതോടുകൂടി മഞ്ഞൊരുക്കി. എന്നും കലഹപ്രിയനായിരുന്ന, എന്നും കോൺഗ്രസിനോട് തലവേദന ഉണ്ടാക്കിയിരുന്ന നെഹ്റുവിനെയും അതേപോലെ രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധിനെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ടും ഒക്കെ നീക്കങ്ങൾ നടത്തിയ, രാഹുൽ ഗാന്ധിയുടെ ക്രെഡിബിലിറ്റി തകർക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്ന നമ്മുടെ ശശി തരൂർ അതോടുകൂടി ശാന്തനായി. ഇപ്പോൾ കേരളത്തിൽ ഇന്ന് ഉണ്ടായുള്ള സംഭവവികാസം ഏറ്റവും ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കൃത്യമായി അങ്ങോട്ട് പറഞ്ഞ് എൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് എന്ന് പറഞ്ഞ് പ്രചരണം നടത്തണം എന്ന് പറഞ്ഞ ശശി തരൂർ ഇപ്പോൾ ഒതുങ്ങിയിരിക്കുകയാണ് എന്ന് വി ഡി സതീശൻ അദ്ദേഹത്തെ പോയി കാണുകയും പരസ്പരമുള്ള മഞ്ഞുരുകൾ ഉണ്ടാവുകയും പരസ്പരം പറഞ്ഞു തീർക്കുകയും അദ്ദേഹത്തിന് ഈ അടുത്ത ഇലക്ഷനിൽ നേതൃസ്ഥാനത്ത് നയിക്കാനുള്ള ഉത്തരവാദിത്തം കൊടുത്തിരിക്കുകയാണ്. മാത്രമല്ല പ്രകടന പത്രിക അടക്കം ഉണ്ടാക്കാനുള്ള എന്തൊക്കെയാണോ അതിനൊക്കെ തന്നെ ഉത്തരവാദിത്തം കൊടുത്തിരിക്കുക. അതായത് മുഖ്യ ചാർജ് തന്നെ കൊടുത്ത് മുന്നിൽ നിർത്തി നയിക്കാനുള്ള തന്ത്രമാണ് ഇന്ന് വി ഡി സതീശൻ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. ഇതിൽ വിജയമാർക്കാണ്? വി ഡി സതീശനാണ്. അതായത് ഇദ്ദേഹം മറുപക്ഷത്ത് പോയി ഇടതുപക്ഷത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന UDF-ൽ ഉണ്ടാകുന്ന വലിയൊരു ചോർച്ച, അത് വലിയ തിരിച്ചടിയായി മാറില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഉണ്ടാവോ ഇല്ല എന്നുള്ള വേറെ പ്രശ്നം. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു ഭരണമാറ്റത്തിനുള്ള എല്ലാ വിധത്തിലുള്ള അവസരം ഒരുക്കിയിരിക്കെ, UDF-ന് അധികാരത്തിലെത്തും എന്ന് പറഞ്ഞ് മുന്നിൽ നിൽക്കേ, ആ അവസരത്തിൽ ഈ ഭരണം ഇങ്ങനെ കിട്ടാവുന്ന സമയത്ത് അത് തട്ടിത്തെറിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണമായി തീരുന്ന ഒരാളെ ഡൽഹിയിൽ നിന്ന് നിയന്ത്രിച്ചു ഇവിടെ വന്നിട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അദ്ദേഹത്തെ ക്ലിയർ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുകയാണെന്ന് മുന്നിലേക്ക് വന്നിട്ട് ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. മാത്രമല്ല അദ്ദേഹം ഒരു വെടിപൊട്ടിച്ചിട്ടുണ്ട്. ഈ കേരളത്തിൻ്റെ അഭിമാനമായ സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ എടുക്കണം. ഈ കേരളീയരുടെ വികാരത്തെ ഉണർത്തുന്ന ഒരു പ്രസ്താവന ഇന്ന് ഇറക്കിയിട്ടുണ്ട്. സഞ്ജു സാംസനെ ഇന്ത്യ ടീമിലെടുക്കണം. ഒരു പ്രാവശ്യം പരാജയപ്പെട്ടു എന്നുള്ളതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് തടയരുത് എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിലുള്ള കേരളീയരുടെ വികാരത്തെ അദ്ദേഹം ഉണർത്തിയെടുക്കാനുള്ള ശ്രമം ആരംഭിച്ചു എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ അദ്ദേഹം ശരിക്കും തന്ത്രജ്ഞനായ സൂത്രശാലിയാണ്. അതായത് അദ്ദേഹം നല്ല വിവരമുള്ള, അക്കാഡമിക് നിലവാരമുള്ള, വിശ്വപൗരൻ എന്നുള്ള റാങ്കുള്ള എഴുത്തുകാരനാണ്, സാഹിത്യകാരനാണ്, അങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള ബുദ്ധിജീവിയാണ്. അതോടെ വിവരമില്ലാത്തവനാണെന്നൊക്കെയായിരുന്നു ഇത്രയും കാലത്തെ ഒരിത്. അത് മാറി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അവസാന 2 മാസത്ത് പ്രശ്നമായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം, പാർട്ടിക്കുള്ളിൽ പ്രശ്നമായിരുന്ന ഒരു ഇഷ്യൂ ആണ് ഇപ്പോൾ തീർത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് UDF-ന് വലിയ നേട്ടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല വി ഡി സതീശൻ്റെ സ്ഥാനം ഒന്നുകൂടി ഉറപ്പിച്ചിരിക്കുകയാണ്. അടുത്ത മുഖ്യമന്ത്രി വി ഡി സതീശനാണ് എന്ന് സംശയമില്ലാതെ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ഇൻഡയറക്റ്റായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
അത് ആരാ അംഗീകരിച്ചിരിക്കുന്നത്? ശശി തരൂർ അംഗീകരിച്ചിരിക്കുന്നത്. ശശി തരൂരിനെ അല്ല, ശശി തരൂരും വി ഡി സതീശനുമുള്ള അകൽച്ച വല്ലാതെ കൂടിയിരുന്നു എന്നുള്ളതാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഈ നീക്കങ്ങളൊക്കെ യഥാർത്ഥത്തിൽ പിണറായി വിജയന് വല്ലാത്ത രീതിയിൽ വിളറി പിടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം വി ഡി സതീശന്റെ അതിഭയങ്കരമായിട്ടുള്ളൊരു പ്രസംഗം ഉണ്ട്. ഇതിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു എങ്ങനെയാണ് നിലവിൽ സർക്കാർ LDF ഈ വർഗീയത പറഞ്ഞുകൊണ്ട് ജാതി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിച്ചുകൊണ്ട് വോട്ട് വിജയത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതായത് കഴിഞ്ഞ കുറച്ചു കാലമായി പിണറായി വിജയൻ ചെയ്യുന്ന തന്ത്രങ്ങൾ, അതായത് 2016 ഇലക്ഷനിൽ ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാപകമായ കള്ളപ്രചരണങ്ങൾ ഉണ്ടാക്കി, സരിതാ നായരെ മുന്നിൽ നിർത്തി അദ്ദേഹത്തിനെതിരെ വളരെ വൃത്തികെട്ട ഹീനമായ മാർഗത്തിലൂടെ ഒരിക്കലും വീഴ്ത്താൻ പറ്റാത്ത ഉമ്മൻചാണ്ടിയെ വീഴ്ത്തിയിട്ടുള്ളതാണ് പിണറായി വിജയൻ. ഏത് വൃത്തികേട് കാണിച്ചിട്ടാണെങ്കിലും അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ വേണ്ടി അന്ന് കളിച്ചത് ജാതീയ കാർഡായിരുന്നു, മുസ്ലിം അനുകൂലമായ നിലപാട്, മുസ്ലിം ധ്രുവീകരണമായിരുന്നു എന്നുണ്ടെ. എന്നെ അടക്കം മുസ്ലിങ്ങളുടെ ചില സംഘടന നേതാക്കന്മാർ എന്നെ വന്ന് കണ്ടിരുന്നത് ലാവ്ലിൻ കേസ് ഒന്നും വലിയ പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം 2021 കിറ്റും പെൻഷനും കൊടുത്ത് കോവിഡിന്റെ പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം ദൈവപുത്രനായി ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹം ആണ് രക്ഷകൻ എന്നുള്ള രൂപത്തിൽ അത് കയറി കിട്ടാൻ 99 സീറ്റ് കിട്ടാതെയായി. പക്ഷെ ഇപ്പോൾ അതെല്ലാം ഭരണവിരുദ്ധ വികാരത്തിന്റെ അങ്ങേ തലത്തിലെത്തിയിട്ട് പിണറായി വിജയൻ കേരളം കണ്ട അധമനായ മാഫിയ തലവനായിട്ട് മുന്നിൽ നിൽക്കുകയാണ്. അപ്പം അതിനെ മറികടക്കാൻ വേണ്ടി അതിൻ്റെ എല്ലാ തരത്തിലും NDTVയുടെ സർവേയിൽ 52% ആളുകളാണ് എതിരായിട്ടുള്ളത്. 23.5% മാത്രമേ ഭരണത്തിന് കൂടെയുള്ളൂ. അത് പകുതി പോലും ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം കേരളത്തിലെ 140 സീറ്റുകളിലും UDF അനുകൂലമായ തരംഗമാണ് വരാൻ പോണത്. കാരണം BJPക്ക് എന്തായാലും അധികാരം വരാൻ പോണില്ല. ആരാണോ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളത് അവർക്ക് വോട്ട് ചെയ്യാൻ ജനങ്ങൾ തയ്യാറായി നിൽക്കുകയാണ്. കാരണം പിണറായി വിജയനെ ഇവിടെ തൂത്തെറിയണം എന്നുള്ളതിൽ. ഇതിലിപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉയർത്തി കാണിച്ചുകൊണ്ട് എന്തോ കോൺഗ്രസിന് എന്തോ ഇല്ലാതാക്കി കളയാന്നൊക്കെയായിരുന്നു ധാരണ. അതൊക്കെ ചീട്ട് കൊട്ടാരം പോലെ പൊളിഞ്ഞടുങ്ങി വീഴുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുകയും ചെയ്തു. രണ്ട് തരത്തിലാണ് അത് ഇഷ്യൂ ഉണ്ടായിരുന്നത്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇഷ്യൂ വെച്ചിട്ട് കോൺഗ്രസ് MLA ഇങ്ങനത്തെ ആളാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. അത് നേരത്തെ മുൻകൂട്ടി കണ്ട് വി ഡി സതീശൻ എന്ന സൂത്രശാലി മുൻകൂട്ടി എറിഞ്ഞു. കാരണം ഇങ്ങനെ സാധ്യത വരാനുണ്ട്, കേസ് കൊടുത്താൽ നാളെ അത് മൊത്തത്തിൽ UDFന് മോശമായി മാറും. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു, പിന്നെ ഡിസ്മിസ് ചെയ്തു. അപ്പം ആ പാർട്ടിയിലുള്ള ഒരു MLA തെറ്റ് ചെയ്തപ്പോൾ പുറത്താക്കി. നിങ്ങളുടെ കൂടെയുള്ള പത്മകുമാറും അതേപോലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ല എന്നുള്ള ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റി. അതേപോലെ ഗണേശ് എന്ന് പറയുന്ന അതിവൃത്തികെട്ട ഇത്തരം വൃത്തികേട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആൾ അവിടെ മന്ത്രിയെ, ഒരു സരിതാ നായരുടെ കുട്ടിയെ പോലും അവിഹിത ഗർഭം കുട്ടി ഉണ്ടായിട്ട് പോലും, ജാരസന്ധി ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് നിങ്ങൾ നിലനിർത്തുന്നു എന്നുള്ള ചോദ്യം ഉയർത്തി. മറുഭാഗത്ത് മുകേഷിനെ പോലുള്ള ആൾ എന്തുകൊണ്ട് പാർട്ടി പുറത്താക്കിയില്ല എന്നുള്ളത് ഭയങ്കരമായിട്ട് അത് കൊണ്ടുവരാൻ പറ്റി. മൊത്തത്തിൽ കോൺഗ്രസ് എടുക്കുന്ന വി ഡി സതീശന്റെ തന്ത്രങ്ങൾ ഓരോന്നോരോന്നായി വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇഷ്യൂയിൽ രണ്ടാമതൊരു തിരിച്ചടി പിണറായിക്ക് കിട്ടിയതെന്നാൽ 3 കേസുകളിലും ഇത് ബലാത്സംഗമല്ല, അത് കള്ളക്കേസാണ്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഇല്ലീഗലാണ്, അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് ഇല്ലീഗലാണെന്ന് സ്ഥാപിക്കാൻ പ്രോസിക്യൂഷൻ വഴി ഇത് കഴിഞ്ഞു. അതുവഴി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കള്ളക്കേസെടുത്തതിനെതിരെ വ്യാപകമായ രൂപത്തിൽ മൊത്തത്തിൽ ജനങ്ങൾ തിരിഞ്ഞു. അത് തെളിക്കാൻ തെച്ചത് പാണ്ടായതാണ് ഉണ്ടായ പോലെയാണ് ഇപ്പൊ പിണറായി വിജയൻ. അതെല്ലാം ഇപ്പം ഈ അവസ്ഥയിൽ ഈ ശശി തരൂരിന്റെ ഇഷ്യൂ കൂടി വന്നതോടെ സുഗമമായിട്ട് UDFന് അധികാരത്തിൽ വരാനുള്ളത് വരികയാണ്. മാത്രമല്ല വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരിക്കൽ കൂടി ഉറപ്പിച്ചിരിക്കുന്നു. അദ്ദേഹമാണ് മുഖ്യമന്ത്രി. അല്ലാതെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞാൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ആൾ അദ്ദേഹമാണ് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലും അതേപോലെ ലോക്സഭാ ഇലക്ഷനിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും എല്ലാം തന്നെ വിജയക്കൊടി വാറിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വി ഡി സതീശൻ നേതൃത്വത്തിലാണ്. 5ഓളം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാത്തിലും മിന്നുന്ന വിജയമാണ് കിട്ടിയിട്ടുള്ളത്. 5 ഇരട്ടി 4 ഇരട്ടിയൊക്കെയാണ് ഭൂരിപക്ഷം. അപ്പം ഇതിനൊക്കെ തന്നെ സൂത്രശാലിയായി പ്രവർത്തിച്ചത് ഇലക്ഷൻ എഞ്ചിനീയർ നടത്തിയിട്ടുള്ള അദ്ദേഹമാണ്. ഇവിടെയും അദ്ദേഹം നേതാക്കന്മാരെല്ലാവരെയും ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരാൻ കൂടി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിജയം തീർച്ചയായും അദ്ദേഹം ഒരു ചാണക്യൻ കൂടിയാണ്. വി ഡി സതീശൻ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്, രാഷ്ട്രീയ വനവാസത്തിലേക്ക് താൻ പോകില്ല, അതിന് പോകാനായിട്ട് ജനങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ്. ജനങ്ങൾ ഓരോ ദിവസവും അദ്ദേഹം ഒരു നിലപാടുള്ള നേതാവായിട്ട് അംഗീകരിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ അദ്ദേഹം നയിക്കാനുള്ള കഴിവുണ്ടെന്ന് എല്ലാവരും കോർത്തിണക്കുമ്പോഴാണല്ലോ നയിക്കാനുള്ള കഴിവ്, തമ്മിലടിക്കുമ്പോഴല്ലോ.
എല്ലാവരും പറയുന്നത് പാർട്ടിക്കുള്ള അടിപിടി കൂടിയാണ്, ഇവർ തമ്മിൽ തല്ലി തകരുന്നുള്ള ചിന്താഗതി മാറിയിരിക്കുന്നത് കൂടിയിട്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചാണ്, UDF ആണ് അടുത്ത ഭരണത്തിൽ വരുന്നത്. അതിന്റെ മുഖ്യമന്ത്രി VD സതീശനായിരിക്കും.